عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين محمد وعلى آله وصحبه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. صدق الله العظيم. عن ابن عباس رضي الله عنهما نزل جبرائيل عليهم الصلاة والسلام على رسول الله صلى الله عليه وسلم فأخبره أنه ستكون فتنة. قال: فما المخرج منها يا جبرائيل؟ قال: كتاب الله. رواه റസീൻ. ബഹുമാനികളെ, 1400 സംവത്സരങ്ങളായി ഈ ലോകത്തിന്റെ ജഗന്തിയതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി പിന്നെ നമ്മുടെ കൈകളിലിരിക്കുന്ന ചക്രവാളങ്ങൾക്കിടയിലെ ബുദ്ധിജീവികളെ ഭ്രമിപ്പിക്കുന്ന തരത്തിൽ തീജ്വാലയായി കത്തിജ്വലിക്കുന്ന ഒരു അമാനുഷിക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആഴവും പരപ്പും അവർണ്ണനീയമാണ്, അനന്തമാണ്. അതിൽ സൈദ്ധാന്തിക തത്വങ്ങൾ മാത്രമല്ല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ അവന്റെ ആദ്യത്തെ ജീവിതത്തിലെ പ്രാരംഭം മുതൽ അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രായോഗികവൽക്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രായോഗിക രേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലേഖനം ചെയ്തിരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ. നാം ഒന്ന് പഠനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു മനുഷ്യനെ ധാർമ്മികതയിലേക്ക് കൃത്യമായി നയിക്കുന്നതിന് പരിശുദ്ധ ഖുർആന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചിരിക്കുകയാണ്. ആദ്യമായി സമഗ്ര മാർഗനിർദ്ദേശമാണ്. വ്യക്തിജീവിതം, കുടുംബം, രാഷ്ട്രീയം തുടങ്ങി തസൂഫിന്റെ മേഖലയിൽ നിന്ന് ഭൗതിക ആവശ്യങ്ങൾ തമ്മിലുള്ള സന്തുലിത അവസ്ഥ വരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ നിർത്തിയില്ല, മൂല്യങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. സത്യസന്ധത, വിശ്വസ്തത, സഹിഷ്ണുത തുടങ്ങിയ സാർവത്രിക മൂല്യങ്ങളെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പ്രതിഷ്ഠാപനം ചെയ്യുന്നുണ്ട്. വഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. വ്യക്തമാക്കിയില്ലേ പരിശുദ്ധ ഖുർആൻ. പ്രായോഗിക നിയമങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കുടുംബജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, ന്യായവ്യവസ്ഥകൾ, സാമൂഹിക നീതി, സാമൂഹിക സമത്വം. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. സാമൂഹിക നന്മയ്ക്കായി പ്രവർത്തിക്കാൻ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നില്ലേ? അവിടെ നിർത്തിയില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇന്ധനമായ മനുഷ്യ സമാധാനത്തിന്റെ അടിസ്ഥാനത്തെ പറ്റി പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദൈവിക സ്മരണയിലൂടെ മാത്രമാണ് മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. തുടങ്ങിയ ത്യാഗം, അതുപോലെ തന്നെ ക്ഷമ, വലിയ വലിയ മൂല്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. നിർത്തിയില്ല. സാമൂഹിക ബാധ്യതകളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തന്റെ സഹജീവികളോട്, തന്റെ കൂടെ ജീവിക്കുന്ന തന്റെ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കണം, സമൂഹത്തോട് നല്ല രീതിയിൽ വർത്തിക്കണം, സഹജീവികളോട് നല്ല രീതിയിൽ വർത്തിക്കണം. എല്ലാം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അവസാനമായി വിജ്ഞാന മേഖലയിലേക്ക് മനുഷ്യനെ വഴിതിരിച്ചു വിടുന്നതും പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചില്ലേ, പറയിൻ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരണമേ. ശാസ്ത്രത്തിന്റെ വഴിത്താരയിലേക്ക് ആദ്യമായി വഴിതിരിച്ചു വിടുന്നത് ആരാണ്? പരിശുദ്ധ ഖുർആനാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽഉർജൂനിൽ ഖദീം. ഭ്രമണപഥത്തെ പറ്റി, സോളാർ സിസ്റ്റത്തെ പറ്റി ആദ്യമായി പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനാണ്. തീർന്നില്ല. നാം ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. പരിശുദ്ധ ഖുർആന്റെ അവതരണം തന്നെ ഇരുളിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് പറയുകയാണല്ലോ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനിയൊരു കാലഘട്ടം വരാനുണ്ട്, ഇനി വലിയ കാലഘട്ടം വരാനുണ്ട്, സമൂഹം വരാനുണ്ട്. അന്ന് ധാർമ്മികത കാണത്തില്ല. ധാർമ്മികത എന്താണെന്ന് മനുഷ്യന് മനസ്സിലാകുന്നതല്ല. മനുഷ്യന് പിശാചായിരിക്കും, മനുഷ്യനൊരു മൃഗമായിട്ടായിരിക്കും ആ കാലങ്ങളിൽ മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വർത്തമാനം കേട്ട് പരിഭ്രമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിക്കുകയാണ്. അതിന്റെ പോം വഴി എന്താണ്? ഫമൽ മഖ്റജു മിൻഹാ യാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചോദിച്ചു. വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുക്കുകയാണ്. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കലാം മാത്രമാണ് അവിടെ പ്രതിവിധിയായിട്ടുള്ളത്. മനുഷ്യനെ കൃത്യമായ പാതയിലേക്ക് നയിക്കാനും അധാർമികതയിൽ ധർമ്മത്തിലേക്ക് നയിക്കാനുമുള്ള യഥാർത്ഥ കരുത്തുള്ളത് പരിശുദ്ധ ഖുർആനാണ്. അതാണ് പരിശുദ്ധ ഖുർആനാണ് മാനവികതയെ കൃത്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ പ്രതിഷ്ഠാപനം ചെയ്യുന്നത്. വേറെ ഒരു ഗ്രന്ഥത്തിനോ ഒരു മനുഷ്യനോ ഒരു സാമൂഹിക സംഘടനയ്ക്കോ ഒരാൾക്കും തന്നെ മാനവികതയെ തുറന്നു കാട്ടാനും മനുഷ്യനെ മാനവികമായ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിൽ മാനവികത പഠിപ്പിക്കാനും പരിശുദ്ധ ഖുർആന് മാത്രമാണ് കഴിയുന്നത്. മറ്റൊരു ഗ്രന്ഥത്തിനോ ഒന്നും കഴിയുന്നതല്ല. നാം കേൾക്കാറുണ്ടല്ലോ, ഒരുപാട് ഹദീസുകൾ കേൾക്കാറുള്ള തആഹദുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചുകൊള്ളുക, അതല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. പരിശുദ്ധ ഖുർആനെ എങ്ങാനും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പുറകുവശത്തായി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ നരകമാണ്. നരകം മാത്രമായിരിക്കും പിന്നെ അവന്റെ സങ്കേതമായിട്ട് മാറുന്നത്. കാരണം മനുഷ്യന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ പിശാച് അവനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നതാണ്. പരിശുദ്ധ ഖുർആന് മാത്രമാണ് ഇത്തരത്തിലൊരു മനുഷ്യനെ കൃത്യമായ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, നാം പരിശുദ്ധ ഖുർആനെ പറ്റി മനസ്സിലാക്കണം. അതിന്റെ ആഴത്തെ പറ്റി നാം മനസ്സിലാക്കണം. അതിന്റെ ആഴിയിലേക്ക് നാം ഇറങ്ങണം. എത്രത്തോളം വിശാലമാണ്, എത്രത്തോളം കൃത്യവും സ്പഷ്ടവുമാണെന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആന്റെ എല്ലാ അധ്യാപനങ്ങളെയും എല്ലാ ആശയങ്ങളെയും നാം ഉൾക്കൊള്ളാൻ സന്നദ്ധരാകണം. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.